ശാരീരിക പരിമിതികൾ ഉണ്ടാവുക എന്നത് ജീവിതത്തിൽ അസാധാരണമായ സമർപ്പണങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന ആളുകളെ ദൈവം തിരഞ്ഞെടുത്തയക്കുന്നതിൻ്റെ ഏറ്റവും ശുഭ സൂചകമാണ്. നീലഗിരി ക്യാമ്പസിൽ വ്യത്യസ്തമായ അഭിരുചിയും വേറിട്ട ചിന്തകളും നിശ്ചയദാർഢ്യവുമുള്ള ഒരു വിദ്യാർത്ഥിയാണ് അഖിൽ അരവിന്ദ്. ജീവിതത്തിൻ്റെ പരിമിതികളോട് സ്വപ്നങ്ങളുടെ തീക്ഷ്ണത കൊണ്ട് മറുപടി പറയുകയാണ് ഈ 1 മൈൽ ദൂരം എന്ന ഈ മനോഹരമായ ഷോർട്ട് ഫിലിമിലൂടെ. തൻ്റെ ജീവിതം സമൂഹത്തിനൊരു വഴിവെളിച്ചമായി തീർക്കാൻ ഈ ചെറിയ പ്രായത്തിൽ അഖിലിന് കഴിയുന്നു എന്നുള്ളത് ഏറെ സന്തോഷവും ചാരിതാർത്ഥ്യവും നീലഗിരി കോളേജിൻ്റെ കുടുംബങ്ങൾക്ക് നൽകുന്ന ഏറ്റവും നല്ല മുഹൂർത്തമാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത്. എല്ലാവിധ ഭാവുകങ്ങളും സന്തോഷവും ഈ കുടുംബത്തിനു വേണ്ടി അറിയിക്കുകയാണ്. நீலகிரி கலை அறிவியல் கல்லூரியின் அடுத்த மைல்கல்லாக திரு அகில் அவர்கள் தயாரிப்பில் வரக்கூடிய 1 மைல் தூரம் என்று சொல்லக்கூடிய ஒரு குறு திரைப்படம் நீலகிரி கலை அறிவியல் கல்லூரி மாணவர்களுக்கு ஒரு பாடமாகவும் ஒரு அனுபவமாகவும் விளங்குகிறது என்பதை இந்த தருணத்தில் நான் உங்களிடம் பகிர்ந்து கொள்ள விரும்புகின்றேன். அவர்கள் முயற்சி என்றும் அயராது மாணவர்களுக்கும் இந்த மக்களுக்கும் நன்கு ஒரு பாடமாக அமைய உங்கள் முன்னாக அவர்களை வாழ்த்தி வணங்குகிறேன். നന്ദി, വണക്കം. നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തമായ ആശയവിനിമയ മാധ്യമമാണ് സിനിമ. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് സ്വന്തം ജീവിതത്തിലെ അംഗപരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ജീവിതത്തോട് സമരം ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി അഖിലും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ചേർന്ന് ഒരു ഹ്രസ്വചിത്രം ഈ ക്യാമ്പസിൽ നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ശ്രമത്തിന് എല്ലാ ആശംസകളും നൽകുന്നതോടൊപ്പം തന്നെ ഇതിന് സഹായങ്ങൾ നൽകിയ മീഡിയ ക്ലബിൻ്റെ ഭാരവാഹികളെയും മറ്റ് അധ്യാപകരെയും ഞാൻ ഹൃദയപൂർവ്വം ആശംസകൾ അറിയിക്കുന്നു. மேம் சீன் 26 கொஞ்சம் ஹெவியமாக தோணுது. அது வேறு மாதிரி பண்ணலாம் நான் நினைக்கிறேன். நீ என்ன சொல்கிற? അത് നന്നായിരിക്കും. നീ പറഞ്ഞത് ശരിയാണ് ഹരി. ബട്ട് ഇവിടെ നമ്മൾ ഇത്ര ഹൈപ്പ് കൊടുത്താൽ ലാസ്റ്റ് സീൻ നമ്മൾ കുറച്ച് വേർക്കും. സോ കഴിഞ്ഞ 2 കൂടെ ഹിറ്റ് അടിച്ചുകൊണ്ടാണ് ഐസക് സാർ നമ്മളെ വിടാതെ പിടിച്ചിരിക്കുന്നത്. പിന്നെ മൂപ്പടിയിൽ കുറച്ച് ക്യാഷും ഉണ്ടേ. സി ബസിൽ 100-150 ദിവസം ഒരു പടം ഓടുക എന്നതല്ല, മറിച്ച് നല്ല സിനിമയുടെ ഗണത്തിൽ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു പടമായി ഇത് മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മാത്രമല്ല ആ കത്തുകൾ ഞാൻ വീണ്ടും വീണ്ടും വായിച്ചു. നല്ല മൂർച്ചയുണ്ട് ആ കുട്ടിയുടെ വാക്കുകൾക്ക്. ഓൾമോസ്റ്റ് എവറിത്തിങ് ഈസ് ഓക്കെ ഹരി. மேம் இப்போ எல்லாமே ஓரளவுக்கு ஓகே தான். நமக்கு தேவையான கிளைமேக்ஸ் மட்டும்தான். நம்ம எதிர்பார்க்கல ஏதாச்சும் விஷயம் இருக்கா? ഇനി അവൻ നമുക്കിട്ട് പണിയോ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഇതൊരു സിനിമയായി കാണാൻ ആ കുട്ടി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല ഒരു സിനിമയെപ്പോലെ തന്നെ അവൻ്റെ എഴുത്തുകൾ എന്നെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേറെ വഴിയൊന്നുമില്ലെങ്കിൽ നമുക്ക് അവൻ്റെ അഡ്രസ്സ് തപ്പി പോവാം. അല്ലാതെ ഒരു വഴിയില്ല മാം. ഇനി നമുക്ക് தேவை ക്ലൈമാക്സ് മാത്രമേ ഉള്ളൂ. എന്തായി? ഒന്നുമില്ല. ചിന്നു. ആ മാ ഇപ്പൊ വരാട്ടോ. അമ്മാ ഏട്ടൻ കഴിച്ചോ? അമ്മ അമ്മേ ഏട്ടൻ കഴിച്ചില്ലേന്ന്. അവന് വേണമെങ്കിൽ അവൻ കഴിച്ചോളൂ. അനു, മഹാഭാരതത്തിലൊരു രംഗമുണ്ട്. വൃഷാലി കാട്ടിലകപ്പെടുന്നതും അതുവഴി പോകുന്ന കർണൻ അവളെ കാണാനിടയാകുന്നതും. കാടും മലയും താണ്ടി നാട്ടിലെത്തിയ വൃഷാലിയോട് കൃഷ്ണൻ പറഞ്ഞു,
കർണന് തുല്യനായ ഒരു ധനുധാരി ഈ പ്രപഞ്ചത്തിലില്ല. നിങ്ങൾ തമ്മിലുള്ള ദൂരം കൂടുന്നതിന് മുമ്പ് നീ അവനിൽ ചെന്ന് ചേർന്നോളൂ. സൂതപുത്രന്റെ സ്വയംവരം ചെയ്യാൻ സമ്മതമില്ലാത്ത ദ്രൗപദിയും മഹാഭാരതത്തിലുണ്ട്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നീ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കും. അത് ശരിയാവില്ല വിഷ്ണു, അത് നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്നതല്ല. നിങ്ങളത് പോയി അന്വേഷിച്ചില്ലേ? അതെങ്ങനെ ബിന്ദു ശരിയാവുക? നാട്ടുകാർ കേട്ട എന്തു പറയും? നാട്ടുകാരെന്ത് പറയാനാ? ഇതുപോലുള്ള കുട്ടികൾക്ക് വേണ്ടിയല്ലേ ഇതുപോലത്തെ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്. എന്നാലും ഒരെന്നാലും ഇല്ല. അവിടെ ആവുമ്പോൾ അവൻ്റെ എല്ലാ കാര്യം നടക്കും. നമ്മളൊന്നും അറിയണ്ട. നിനക്കറിയാലോ, അവനെ എൻ്റെ കയ്യിൽ തന്നിട്ട് ലക്ഷ്മി പോകുമ്പോൾ ഞാൻ അവൾക്കൊരു വാക്ക് കൊടുത്തിരുന്നു, ഞാൻ അവൻ്റെ കൂടെ ഉണ്ടാവുമെന്ന്. അതിനിപ്പോൾ അത് ഇത്ര ദൂരമൊന്നും അല്ലല്ലോ. ഇങ്ങൊക്കെ എപ്പോൾ വേണേലും പോയി കാണാമല്ലോ. എടാ, നീ വിഷമിക്കാതിരിക്കി. അച്ഛനും ചിന്നുവും ഇടയ്ക്ക് നിന്നെ വന്ന് കണ്ടോളും. അവർ നിന്നെ മൊത്തത്തിൽ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ലല്ലോ, മനസ്സിലായി? ഇതല്ലടാ. ആ ഇത് തന്നെ. ഓ, ഇവരുടെ ഒരു സെൻറ്റി. ഒരു കണക്കിന് ആ വീടിനേക്കാൾ നല്ലത് ഓർഫനേജ് തന്നെയാണ്. നിനക്കൊരു സമാധാനമെങ്കിലും കിട്ടും. അവിടെയാണ് ഞങ്ങൾക്ക് എപ്പോഴും വന്ന് കാണാലോ. വിടളിയാ, നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. നിങ്ങൾ നടന്നേ. അച്ഛൻ ധൈര്യമായിട്ട് പോയിക്കോ. മോനെ, ഞാൻ സാറില്ല അച്ഛൻ. അച്ഛൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ഒരിക്കൽ പോലും അച്ഛൻ എന്നെ ശകാരിച്ചിട്ടില്ല. മുഖം ചുളിച്ചൊന്ന് സംസാരിച്ചിട്ട് പോലുമില്ല. എന്നെക്കുറിച്ച് ഓർത്ത് വേദനിക്കാത്ത അച്ഛൻ്റെ കണ്ണുകൾ ഇപ്പോൾ ഒന്ന് അറിയുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല അച്ഛൻ. അമ്മ പറയുന്നതിൻ്റെ അച്ഛാ ശരി. എന്തിനും ഇവിടെ എല്ലാവരും ഉണ്ടാവും. ഒരു കുറവും ഒന്നിനും വരില്ല. എന്നാലും അച്ഛൻ ഇടയ്ക്കൊക്കെ എന്നെ വന്ന് കാണണം. എൻ്റെ വിശേഷങ്ങൾ അറിയണം. എൻ്റെ കഥകളും കവിതകളും എല്ലാം വായിക്കണം. കുടിക്കാൻ എന്താ? ചായയോ കാപ്പിയോ? ഒന്നും വേണ്ട. അത് പറഞ്ഞാൽ പറ്റില്ല. ഞങ്ങൾ അതിഥിയാണ് മാഡം. ഞാൻ കാപ്പിക്ക് പറയാം. വിഷ്ണുവിൻ്റെ വേദനകളെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. കൂടെ കൂടെ ആരോടും മിണ്ടാതായി. ഒരു മൗനം. അതവനെ ഒരു ആത്മഹത്യയിൽ എത്തിക്കുമെന്ന് ഞങ്ങൾക്കെന്നല്ല, അവനെ അറിയുന്ന ആർക്കും അറിയില്ലായിരുന്നു മാഡം. അവൻ ആത്മഹത്യ ചെയ്യാനായി എന്തോ ഒരു കാരണമുണ്ട് മാഡം. പല രീതിയിൽ അന്വേഷിച്ചിട്ടും ഞങ്ങൾക്കത് കണ്ടെത്താനായില്ല. വിഷ്ണുവിന് സുഹൃത്തുക്കളായി മറ്റാരെങ്കിലും ഉണ്ടോ? ഇല്ല, ഞങ്ങളല്ലാതെ മറ്റാരും അവന് സുഹൃത്തുക്കളായിട്ടില്ല. വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഐ മീൻ എനി ഫാമിലി ഇഷ്യൂസ്? അച്ഛനെ പിരിഞ്ഞതിൽ അവൻ നല്ല വിഷമമുണ്ട്. പക്ഷെ അതൊന്നുമല്ല മരണകാരണം. അവൻ എഴുതിയ കഥ സിനിമയായി കാണാൻ അവനെപ്പോലെ ഞങ്ങളും ആഗ്രഹിച്ചിരുന്നു മാഡം.
വിഷ്ണു എഴുതിയ കഥകളൊക്കെ മാഡത്തിന് കത്തുകളായിട്ട് അയച്ചു തന്നത് ഞങ്ങളാണ്. ആ കത്തുകൾ മാഡത്തിന് കിട്ടാറുണ്ടോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഒരു 3 കത്തുകൾ അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. സാധാരണ കത്തുകൾ കവർ ചെയ്യാതെയായിരുന്നു തന്നിരുന്നത്. ഈ 3 കത്തുകൾ കവർ ചെയ്ത് ഒട്ടിച്ചാണ് തന്നത്. ആ കത്തുകൾ ഇപ്പോൾ എവിടെയുണ്ട്? ഹരി, നമുക്ക് കിട്ടാനുണ്ടായിരുന്ന കത്തുകൾ എനിക്ക് കിട്ടി. ഞാനത് മുഴുവൻ വായിച്ചു. அப்போ ஒரு நம்மகிட்ட கிளைமேக்ஸ் எல்லாம் கிடச்சிருக்கும். நம்ம ஷூட்டிங் நீ போகலாம் தானே? പിന്നെ തീർച്ചയായും. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യല്ലേ? ഞാനിപ്പോൾ ഐസക് സാറിനെ വിളിച്ചിരുന്നു. സാറിപ്പം ഇങ്ങെത്തും. പിന്നെ ഹരി, നമ്മുടെ ഹീറോയ്ക്ക് വിഷ്ണു എന്ന് പേരിടണം. இப்போ நீங்கள் மனசில் ஒரு பேர் நினச்சிருந்தேனே? നമ്മുടെ സിനിമയുടെ പേര് ഒരു മൈൽ ദൂരം. ഈ സിനിമയുടെ ക്ലൈമാക്സ് തന്നെയായിരിക്കും വിഷ്ണുവിൻ്റെ മരണകാരണം. കോളേജിൽ ഞാനില്ലാത്ത ആദ്യത്തെ ഓഗസ്റ്റ് 15 കുറച്ച് ഇണക്കങ്ങളും പിണക്കങ്ങളുമായി ഞങ്ങളുടെ ജീവിതം തുടങ്ങിയത് ഈ കുഞ്ഞു വലിയ ലോകത്താണ്. അബു പറയുന്ന പോലെ ഇത് ഭൂമിയിൽ പടച്ചോ ഞങ്ങൾക്ക് തന്ന സ്വർഗമാണ്. പിന്നെ വേറൊരുത്തിയുണ്ട്, ഒരു പൊട്ടി പെണ്ണ്, അനു. ആ കാശുകാരൻ ചെക്കൻ്റെ പ്രേമാഭ്യർത്ഥന വേണ്ടെന്ന് വെച്ചവൾ. മണ്ടിയല്ല അവള്. അമലിനിപ്പോൾ അവളോട് ദേഷ്യമാണ്. വേറൊന്നല്ല കാരണം, ഈ പേരും പറഞ്ഞ് ആ ചെക്കൻ്റെ പോക്കറ്റിലെ കുറേ കാശ് കാലിയാക്കിയവനാണ്. പിന്നെ ഞങ്ങളുടെ ക്ലാസ് റൂം, ലോകസമാധാന ചർച്ചകളും യുദ്ധങ്ങളും വിപ്ലവങ്ങളും നടന്നിട്ടുള്ളത് ആ ക്ലാസ് റൂമിലാണ്. അയ്യോ സോറി, ആദ്യം പറയണമെന്ന് വിചാരിച്ചതാ, പറഞ്ഞു വന്നപ്പോൾ അവസാനമായിപ്പോയി. ഞങ്ങളുടെ മാത്യു സാറ് ഞങ്ങളുടെ ചങ്കാണ്. ചേട്ടനാണെന്ന് ചോദിച്ചാൽ അതെ, അച്ഛനാണെന്ന് ചോദിച്ചാൽ അതും. ഒന്നും പറയണ്ട, മാത്യു സാർ ഉണ്ടെങ്കിലേ കോളേജിനൊരു ഇതുള്ളൂ. ഒരാൾ കൂടെ ഉണ്ട്, ഞങ്ങളുടെ കോളേജിലെ ബാഹുബലി അരുൺ. ടീച്ചേഴ്സിൻ്റെയും ഞങ്ങൾ സ്റ്റുഡൻറ്റിൻ്റെയും ചക്കരമുത്ത്. സിനിമയിലൊക്കെ പറയുന്ന പോലെ ചങ്കും കരലൊക്കെ ചോദിച്ചാൽ പറിച്ചു തരുന്ന മണിമുത്ത്. അവനെ വിശദമായിട്ട് ഞാൻ പിന്നെ പരിചയപ്പെടുത്താം. എന്തൊക്കെയായാലും ഇപ്പം തോന്നുന്നു മരിക്കണ്ടായിരുന്നു എന്ന്. മിസ് യു ഓൾ. ഐ റിയലി മിസ് യു.